ഇന്ന് നമ്മളൊരു ഫോൺ വാങ്ങാന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ഫീച്ചറൊക്കെ പറയുന്ന കൂട്ടത്തിൽ അതായത് 128 GB 6 GB റാം അല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ക്യാമറയുടെ ക്വാളിറ്റിയും കൂടി കൂട്ടത്തിൽ പറയും. ക്യാമറയുടെ ക്വാളിറ്റി നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ഇത്ര മെഗാ പിക്സൽ ഉണ്ട്, 64 മെഗാ പിക്സൽ ഉണ്ട്, അല്ലെങ്കിൽ 32 മെഗാ പിക്സൽ ഉണ്ട്, 48 മെഗാ പിക്സൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ 108 മെഗാ പിക്സൽ വരെയുള്ള ക്യാമറകൾ ഇപ്പോൾ നിലവിൽ ഇറങ്ങി. പക്ഷേ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഐഫോൺ 12 ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ട് പഴയ മാതിരി തന്നെ ഐഫോൺ 11 പ്രോയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ 12 മെഗാ പിക്സൽ തന്നെയാണ് ഇപ്പോഴും ഐഫോൺ 12. പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 12 ഈ 108 മെഗാ പിക്സലിൻ്റെ ഫോണിൽ എടുക്കുന്ന ക്യാമറേനാട്ടിലും ക്ലിയർ ഉള്ള ഫോട്ടോ കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ മെഗാ പിക്സൽ കുറഞ്ഞാലാണോ ക്ലിയർ കൂടുന്നത്, യഥാർത്ഥത്തിൽ മെഗാ പിക്സൽ കൂടിയാലാണോ ക്ലിയർ കൂടുന്നത്? അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ, എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കാദർ വള്ളേരി, വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ മാർക്കറ്റിലുള്ള ഓരോ സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ചിലയിൽ 25 മെഗാ പിക്സലിൻ്റെ ക്യാമറ, ചിലയിൽ 32 മെഗാ പിക്സലിൻ്റെ ക്യാമറ, ചിലയിൽ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ, എന്തിനാണ് പറയണം 168 മെഗാ പിക്സൽ വരെയുള്ള ക്യാമറകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷേ നമ്മൾ ഐഫോണിൻ്റെ കാര്യമോ അല്ലെങ്കിൽ പ്രീമിയം ഫോണുകളുടെയൊക്കെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഐഫോൺ ഇപ്പോൾ ഇറങ്ങിയ ഐഫോൺ 12 വരെ 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ കൊടുത്തിട്ടുള്ളൂ. അതിന് മുമ്പ് അതിന് 11 പ്രോയിലും 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കൊടുത്തിരുന്നത്. ഇനി അതൊന്നും വേണ്ട, നമ്മൾ DSLR ക്യാമറകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് 24 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. പക്ഷേ നമ്മൾ ഫോട്ടോന്റെ ക്ലാരിറ്റി പരിശോധിക്കുമ്പോൾ നമ്മൾ സാധാരണ സ്മാർട്ട് ഫോണിൽ 64 മെഗാ പിക്സലിലുള്ള സ്മാർട്ട് ഫോണിൽ എടുക്കുന്ന ഫോട്ടോൻ്റെനായിട്ട് നല്ല ക്ലിയർ നമുക്ക് ഐഫോണിൽ എടുക്കുന്നതോ അല്ലെങ്കിൽ DSLRന്റെ ഒക്കെ എടുക്കുന്നതൊക്കെ നമുക്ക് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു കാരണം എന്താണ്? ഇതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് മെഗാ പിക്സൽ? മെഗാ പിക്സലോടുള്ള ഉപയോഗം എന്താണ്? ഒരു പ്രാവശ്യം നിങ്ങൾക്ക് മെഗാ പിക്സൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മെഗാ പിക്സൽ എന്താണെന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ ഓരോ ക്യാമറയുടെ അകത്തും ഒരു ഇമേജ് സെൻസർ ഉണ്ടാവും. ഈ സെൻസറിന്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് പിക്സൽ. 10 ലക്ഷം പിക്സലുകളാണ് ഒരു മെഗാ പിക്സൽ, അതായത് 1 മില്യൺ പിക്സലുകളാണ് ഒരു മെഗാ പിക്സൽ. അപ്പോൾ 64 മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ 64 മില്യൺ പിക്സലുകളാണ്. ഈ പിക്സലുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നമ്മളൊരു ഫോട്ടോ എടുത്ത് നമ്മൾ സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിക്സൽ ഏറ്റവും കൂടിയാൽ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 12 മെഗാ പിക്സലുള്ള ക്യാമറയിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഇതിലേറെ ക്ലിയർ ഉണ്ടാകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഒരു വലിയൊരു പെട്ടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. നമ്മളീ ഒരു പെട്ടിയിൽ നമ്മൾ കുറച്ച് മാങ്ങ അങ്ങനെ നിറക്കുകയാണ്. അപ്പം നമുക്ക് 12 മാങ്ങ നിറക്കാൻ പറ്റിയ ഒരു പെട്ടിയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എങ്ങനെ 48 മാങ്ങ നിറക്കുക? വളരെ സിമ്പിളാണ്. 48 മാങ്ങ നിറക്കണമെന്നുണ്ടെങ്കിൽ ആ മാങ്ങൻ്റെ വലുപ്പം കുറക്കുക. അതേമാതിരി തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ പിക്സലിന്റെ സൈസ് കുറച്ചിട്ട് അത് കൂടുതൽ എണ്ണം പെരുപ്പിക്കുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ നമ്മളൊരു സോണി എറിക്സന്റെ ഒക്കെ ഒരു ഫോണിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടായി. അന്ന് നമ്മൾ 8 മെഗാ പിക്സലിന്റെ സോണി എറിക്സൺ ക്യാമറയിൽ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉണ്ടായി. പക്ഷേ ഇപ്പം നമ്മൾ 25 മെഗാ പിക്സലുള്ള സ്മാർട്ട് ഫോണിലെ ഫോട്ടോ എടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു ക്ലാരിറ്റി ഒക്കെ തന്നെ കിട്ടണുള്ളൂ. അപ്പോൾ ഇതൊക്കെ അന്നൊക്കെ സംഭവിച്ചത് തന്നെയാണ്. അന്ന് പിക്സലുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡിൽ നിലനിന്നിനി. പിന്നെ ഇന്ന് ചൈനീസ് കമ്പനികൾ മാർക്കറ്റിൽ നിന്ന് നിരന്നതോടുകൂടി ഓരോ കമ്പനികളും പിക്സലുകളുടെ സൈസ് കുറച്ചിട്ട് പെരുപ്പിച്ച് കാണിക്കാൻ തുടങ്ങി. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ നിലനിന്നിനി. പക്ഷേ ഇപ്പോൾ സാംസങ് ഒക്കെ M51 ഒക്കെ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കറിയാം 64 മെഗാ പിക്സൽ, അതുപോലെ തന്നെ M31s 64 മെഗാ പിക്സൽ. ഞാൻ വേറൊരു വ്യത്യാസം കൂടി പറഞ്ഞുതരാം. A50 നമുക്ക് കിട്ടിയത് 25 മെഗാ പിക്സൽ ആദ്യം കിട്ടി. പക്ഷേ A50s വന്നപ്പോൾ അതിനാട്ടിലും ക്യാമറ ക്ലാരിറ്റി കുറഞ്ഞാണ്ട് നമുക്ക് 32 മെഗാ പിക്സൽ കിട്ടി. ഇതൊക്കെ എന്താ സംഭവിച്ചാൽ വെച്ചാൽ പിക്സലിന്റെ സൈസ് വളരെ കുറച്ചാണ്ട് കൂടുതൽ എണ്ണം, അതായത് ഇമേജ് സെൻസർ മാറ്റാതെ അതേ പൊസിഷനിൽ ഈ പിക്സലിന്റെ സൈസ് കുറച്ചാണ്ട് അതിൽ ഫിക്സ് ചെയ്ത്. ഇപ്പോൾ ഇതിനോട് ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ പിക്സൽ ഒരുപാട് കൂടും, പക്ഷേ ഫോട്ടോക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇനി പിക്സലും അല്ലെങ്കിൽ ഇമേജ് സെൻസർ മാത്രം റെഡി ആയതുകൊണ്ട് കാര്യമില്ല. ഇമേജ് പ്രോസസ്സ്, അതായത് പിക്സൽ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണത്, നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോന്ന് അതിൻ്റെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് കണ്ട് കളക്ട് ചെയ്തെടുക്കണുള്ളൂ. എടുത്ത് കൊണ്ടുവന്നിട്ട് സെൻസറിൽ വെച്ച് കൊടുക്കും. സെൻസറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമ്മളെ ഫോണിലുള്ള ക്യാമറക്ക് വേണ്ടിയിട്ടുള്ള പ്രൊസസ്സർ ഏതാണോ അതിൻ്റെ അനുസരിച്ച് ഉണ്ടാവും. കാരണം ഇതൊക്കെ അവിടെ കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് കൂട്ടുന്നത് ഈ പ്രൊസസ്സറാണ്. അപ്പോൾ അതിനനുസരിച്ചും ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും നോക്കണം എന്താണ്, പിക്സൽ മെഗാ പിക്സൽ മാത്രം നോക്കിയിട്ട് എടുക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. പക്ഷേ നമുക്ക് ബ്രാൻഡൊക്കെ നോക്കി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഐഫോൺ എടുക്കുമ്പോൾ ആരും എത്ര മെഗാ പിക്സലാണെന്ന് ചോദിക്കണമല്ലോ. ആരെങ്കിലും 12 മെഗാ പിക്സൽ ഉള്ളൂ പറഞ്ഞാണ്ട് എടുക്കാക്കുണ്ടോ? അത്
അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം. ഇപ്പം നമുക്കറിയാം ചൈനീസ് ബ്രാൻഡുകളിലൊക്കെ ഓരോ ദിവസം ഫോൺ ഇറങ്ങുമ്പോൾ ഓരോന്നും ഇങ്ങനെ കൂട്ടി അങ്ങനെ കൊണ്ടുവരും. പക്ഷേ എന്ത് സംഭവിക്കണില്ല, ക്യാമറ അതിനനുസരിച്ച് ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ആ ഒരു ഫോണിൽ ചിലപ്പോൾ ഒരു വൈറ്റ്നസ് ഒക്കെ കൂട്ടിയിട്ടാണ്ട് ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് തോന്നിക്കും. നമുക്ക് മറ്റൊരു ഡിവൈസിലേക്ക് ഷെയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്ര തന്നെയാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. പിക്സൽ കുറേ കൂടി എന്ന് വിചാരിച്ചിട്ട് ക്യാമറൻ്റെ ക്ലാരിറ്റി കൂടുന്നില്ല. അതിന് ഉദാഹരണം തന്നെയാണ് ഐഫോൺ DSLR ക്യാമറകൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.